മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നി രാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം തീയതി അമാവാസി, 7-ാം തീയതി വിഷ്ണു സപ്തമി, 11-ാം തീയതി ഗുരുവായൂർ ഏകാദശി, 13-ാം തീയതി പ്രദോഷവ്രതം, 15-ാം തീയതി പൂർണിമ, 19-ാം തീയതി ചതുർത്ഥി, 26-ാം തീയതി സഫല ഏകാദശി, 28-ാം തീയതി പ്രദോഷവ്രതം, 29-ാം തീയതി മാസ ശിവരാത്രി, 30-ാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ. ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത്. ശുക്രൻ ഡിസംബർ 2-ാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് 28-ാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 15-ാം തീയതി ധനുരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ 27-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ചതയം രാഹുവിൻ്റെയും പൂരുരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ്. ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ 7-ാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ൽ നിൽക്കുന്ന ബുധൻ നിങ്ങൾക്ക് ശരീരക്ഷീണം വരാൻ ഇടയാക്കുന്നതായിരിക്കും. കാരണം ഈ സമയത്ത് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, കൂടുതൽ യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ ശനി 6-ാം ഭാവാധിപനാണ്, നിൽക്കുന്നത് 6-ാം ഭാവത്തിലും. ഈ സമയത്ത് ശനി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അങ്ങനെ പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും. 5-ാം ഭാവത്തിൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നതും 2-ാം തീയതി ശുക്രൻ രാശി മാറി 5-ൽ പ്രവേശിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ഈ മാസം പ്രേമബന്ധങ്ങളിലുള്ള കന്നി രാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങളെ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല. എല്ലാം സാമാന്യമായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്.
ഏഴാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. 7-ൽ രാഹു നിൽക്കുന്നുണ്ടെങ്കിലും ഗുരു ശുഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. എങ്കിലും രാഹു കേതുവിൻ്റെ പ്രഭാവം 7-ലുള്ളതിനാൽ നിങ്ങൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. അല്ലാതെ മറ്റ് നെഗറ്റീവ് പ്രഭാവങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 9-ാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം. ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ്. ശുക്രൻ ഡിസംബർ 2-ാം തീയതി 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ഡിസംബർ 28-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. 9-ാം ഭാവത്തിൽ ഗുരുവും നിൽക്കുന്നുണ്ട്. ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഓൾറെഡി വിദേശത്ത് പഠിക്കുന്നവർക്ക് പാർട്ട് ടൈം ജോബിലും മറ്റും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. ഇനി കന്നി രാശിക്കാരുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ഈ മാസം വർക്ക് ലോഡ് വളരെ കൂടുന്നതായിരിക്കും. അതിനാൽ അലസത വെടിഞ്ഞ് എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം. 6-ാം ഭാവത്തിൽ ശനി വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും. 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുമെങ്കിലും ലാഭസ്ഥാനത്ത് ചൊവ്വ നീചനായി നിൽക്കുന്നതിനാൽ ഇൻകം പ്രതീക്ഷിച്ച അത്ര ലഭിക്കുന്നതല്ലായിരിക്കും. ഇതിനെ മാനേജ് ചെയ്യുന്നതിനായി ചിലവുകൾ കുറയ്ക്കുന്നതും നല്ലതായിരിക്കും. ഇതാണ് കന്നി രാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.